ഹൈറേഞ്ചിലെ പ്രമുഖ ബസ് ഓപ്പറേറ്ററായ മുബാറക്കിൻ്റെ ഒട്ടുമിക്ക സർവീസുകളും കുമളിയിൽ നിന്നും പെരിയാർ, ഏലപ്പാറ, പശുപ്പാറ, കൊടുവ, തേങ്ങാക്കൽ, മൂങ്കലാർ, ചെങ്കര, മ്ലാമല, വാഗമൺ, ധർമാവാലി തുടങ്ങിയ എസ്റ്റേറ്റ് മേഖലകളിലേക്കാണ്. അതിൽ ഇന്ന് നമ്മൾ പോകുന്നത് പെരിയാറിൽ നിന്നും ചെങ്കരയ്ക്കാണ്. പെരിയാറിൽ നിന്നും മുബാറക്കിൻ്റെ ധർമാവാലി, തേങ്ങാക്കൽ വില്ലേജ് ബസ് യാത്രകൾക്ക് ശേഷമാണ് ഈ യാത്ര. ഇടുക്കി ജില്ലയിലെ സുഗന്ധവ്യഞ്ജന ഗ്രാമങ്ങൾ അടങ്ങിയ മേഖലയാണ് വണ്ടിപ്പെരിയാർ. കാപ്പിയും തേയിലയും കുരുമുളകും ഏലവും ഒക്കെ കൃഷി ചെയ്യുന്ന സ്പൈസസ് ഗ്രാമങ്ങൾ ധാരാളമുള്ള മേഖല. വണ്ടിപ്പെരിയാറിൽ നിന്നും 9:55 ബസ്. വാളാർടി, പന്തടിക്കളം, മൂങ്കലാർ വഴി 15 കിലോമീറ്റർ ദൂരം, 30 രൂപ ബസ് ഫെയർ. പ്രവീണാണ് ഡ്രൈവിംഗ് സീറ്റിൽ. ഇവിടെ വാളാർടി സ്റ്റോപ്പിൽ നിന്നും ഇടത്തേക്കാണ് റൂട്ട്, നേരെ കുമളിക്കാണ്. ഇതേ വഴിയാണ് നമ്മൾ ആനക്കുഴിക്ക് പോയതും. ആ വീഡിയോ നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ മിസ് ചെയ്യേണ്ട, അടിപൊളി റൂട്ടാണ്. വിദ്യാർത്ഥികൾക്ക് കൺസെഷൻ കാർഡുള്ള ഏക വണ്ടി നമ്മുടെ മുബാറക്ക് തന്നെയാണ്. എന്റെ പൊന്നു ചങ്ങാതിമാരെ, നമ്മുടെ ഹൈറേഞ്ച് മേഖലയിൽ ഒരു പ്രൈവറ്റ് ബസ്സിൽ ആദ്യമായി വിദ്യാർത്ഥികൾക്കുള്ള കൺസെഷൻ കാർഡ് കൊണ്ടുവന്നിരിക്കുകയാണ് നമ്മുടെ മുബാർക്ക് ട്രാവൽസ്. അതിന്റെ കൂടെ തന്നെ മുബാർക്ക് ട്രാവൽസ് സർവീസ് നടത്തുന്ന സ്ഥലങ്ങളിലെല്ലാം ഏകദേശം 3-4 മാസമായി പാസഞ്ചർ കാർഡുകൾ വിതരണം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കുമളിയിൽ നിന്ന് പീരുമേട് പോകുന്ന ഒരു പാസഞ്ചർക്ക് ചാർജ് വരുന്നത് 50 രൂപയാണ്. എന്നാൽ കാർഡ് ഉപയോഗിക്കുമ്പോൾ 36 രൂപ മാത്രമേ ആകുന്നുള്ളൂ. ഇതിനെക്കുറിച്ച് കൂടുതലായിട്ട് അറിയുവാൻ മുബാർക്ക് ബസ്സിലെ കണ്ടക്ടർമാരുമായി ബന്ധപ്പെടുക. മുബാറക്കിന്റെ ട്രാവലർ കാർഡാണിത്. ഏകദേശം ഒരാൾക്ക് 25% നമ്മൾ ഇതിന്റെ ഓഫർ കൊടുത്തേക്കുന്നത്. കാരണം എന്താണെന്ന് വെച്ചാൽ കുമളിയിൽ നിന്നും പീരുമേട്ടിലേക്ക് പോകുന്ന സ്ഥിര യാത്രക്കാരുണ്ടെങ്കിൽ, ഇത് പശുപ്പാറ വണ്ടിയാണ്. ഇതിന്റെ ബെനിഫിറ്റ് എന്താന്ന് പറഞ്ഞാൽ കുമളിയിൽ നിന്ന് ജസ്റ്റ് പീരുമേട് വരെ പോകുന്നതിന് 50 രൂപയാണ് ടിക്കറ്റ് ചാർജ്. എന്നാൽ ഈ കാർഡ് ഉപയോഗിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് 36 രൂപ, വെറും 36 രൂപ വരുന്നുള്ളൂ. ഏകദേശം 14 രൂപ ഒരു ട്രിപ്പിൽ തന്നെ അങ്ങോട്ട് നിങ്ങൾക്ക് ലാഭമാണ്. അതുപോലെ തന്നെ സ്ഥിരമായിട്ട് വരുന്നവരുണ്ടെങ്കിൽ രാവിലെയും വൈകിട്ടും കൂടെ ആകുമ്പോഴത്തേനും 28 രൂപയാണ് ഒരു ദിവസം ലാഭം വരുന്നത്. 10 ദിവസം ആകുമ്പോൾ തന്നെ ആകുമ്പോൾ 280 രൂപ ഈ കാർഡിൽ നിങ്ങൾക്ക് ഓഫർ കിട്ടുന്നതായിരിക്കും. അതുപോലെ തന്നെ നമുക്ക് സ്റ്റുഡന്റ് കാർഡ് ഇറങ്ങിയിട്ടുണ്ട്. ഏകദേശം ഒരു മാസത്തോളമായി നമ്മൾ തന്നെയാണ് കേരളത്തിൽ ആദ്യമായിട്ട് സ്റ്റുഡന്റ് കാർഡും എടുത്തിരിക്കുന്നത്. അതിൽ ST അലൗഡ് ആണ്. അപ്പം ഈ കാർഡിനെ കുറിച്ച് പറയാൻ വേണ്ടിയാണ്, ഈ കാർഡ് എടുക്കുന്നവർക്ക് 25% കാർഡിൽ അലൗഡ് ചെയ്തിരിക്കുന്നത്. ഇതാണ് സ്റ്റുഡന്റിന് വേണ്ടിയുള്ള കാർഡ്. ഏകദേശം ഒരു മാസത്തോളമായി നമ്മൾ ഇത് ഇറക്കിയിട്ട് വണ്ടിപ്പെരിയാർ, ഏലപ്പാറ, കൊച്ചുകരുന്തിരുവി ഇവിടെല്ലാം പഠിക്കുന്ന പിള്ളേർക്ക് ഈ കാർഡ് പ്രയോജനമാണ്. ഇതൊന്ന് ജസ്റ്റ് റീചാർജ് മാത്രം നിങ്ങൾ ചെയ്താൽ മതി. ആ കാണുന്നത് ഹോളി ട്രിനിറ്റി CSI പള്ളിയാണ്. വലത്തേക്ക് ഒടമേട് പോകുന്ന വഴിയാണ്. ആ റൂട്ടിൽ ഇവിടുന്ന് ബസ്സുകളില്ല. കുമളിയിൽ നിന്ന് ഒടമേടിലേക്ക് നേരിട്ട് ബസ്സുകളുണ്ട്. വാളാർടി ടീ ഫാക്ടറി വലതു സൈഡിൽ കാണാം. വാളാർടി എസ്റ്റേറ്റിനുള്ളിലൂടെയാണ് ഇപ്പോൾ യാത്ര. ഹാരിസൺ മലയാളം പ്ലാന്റേഷന്റെ ഉടമസ്ഥതയിലുള്ളതാണ് ഈ എസ്റ്റേറ്റ്. പ്രവീണാണ് ഡ്രൈവിംഗ് സീറ്റിൽ. കണ്ടക്ടർ ഡ്യൂട്ടിയിൽ മതിയണ്ണനും.
ആനക്കുഴി പെരിയാർ റൂട്ടിലോടുന്ന KSRTC വരുന്നത്. ആ ബസ്സിൽ ആനക്കുഴിക്ക് പോകുന്ന വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. വളരെ മനോഹരമായ കാഴ്ചകൾ കാണാൻ പറ്റുന്ന റൂട്ടാണ്. ഭഗവതി അമ്മൻ ടെമ്പിളാണ് ഇടതു സൈഡിൽ. ഇവിടെ നിന്ന് നേരെ പോയാൽ ആനക്കുഴിക്കാണ്. ഇടത്തേക്ക് തിരിയണം നമുക്ക്. ഇത് നമ്മൾ ചെയ്യുന്ന മൂന്നാമത്തെ മുബാറക്കിൻ്റെ ബസ് റൂട്ടാണ്. മുല്ലപ്പെരിയാർ വ്യൂ പോയിൻ്റുള്ള ധർമാവാലിയും മ്ലാമല മല കയറുന്ന തേങ്ങാക്കല്ലും ബസ്സിൻ്റെ വിശേഷങ്ങൾക്ക് ശേഷമാണ് ഇന്നത്തെ യാത്ര. ഈ റൂട്ടിലൂടെ പോകുമ്പോൾ ഏറ്റവും മനോഹരമായ കാഴ്ചകൾ ഒളിഞ്ഞിരിക്കുന്ന ഒരു ഭാഗമാണ് ഇനി. ആയിരത്തി 1989 മീരാണ്ണൻ റാവുത്തറാണ് മുബാറക്ക് എന്ന പേരിൽ ബസ് സർവീസുകൾ തുടങ്ങുന്നത്. കുമളി ഉപ്പുതറ റൂട്ടിലായിരുന്നു അന്നത്തെ ആദ്യത്തെ ബസ്. 1989 മുതൽ വണ്ടിപ്പെരിയാറിൻ്റെ വിശ്വസ്ത നാമമായി മാറിയ മുബാറക്ക് ട്രാവൽസ് ഇന്ന് മുബാറക്ക് സ്പൈസസ്, മുബാറക്ക് ഹാർഡ്വെയർസ്, മുബാറക്ക് ട്രേഡേഴ്സ്, മുബാറക്ക് ഓട്ടോമൊബൈൽസ്, മുബാറക്ക് ട്രാൻസ്പോർട്ട് മുതലായ സ്ഥാപനങ്ങൾ നടത്തുന്നുണ്ട്. മുബാറക്ക് സ്പൈസസ് ഇന്ന് പാൻ ഇന്ത്യൻ ലെവലിൽ അറിയപ്പെടുന്ന സംരംഭമാണ്. അതുപോലെ മുബാറക്ക് ട്രാൻസ്പോർട്ട് എന്ന പേരിൽ നാഷണൽ പെർമിറ്റ് ലോറി സർവീസുകളും ഉണ്ട്. എസ്റ്റേറ്റ് മേഖലയിലുള്ള ജനങ്ങൾക്ക് മുബാറക്ക് ട്രാവൽസ് അവരുടെ സ്വകാര്യ അഹങ്കാരമാണ്. ബസ് കടന്നു ചെല്ലുന്ന ഏത് റോഡിലൂടെയും മുബാറക്ക് സർവീസ് നടത്തുമെന്നുള്ള ജനങ്ങളുടെ വിശ്വാസം എടുത്തു പറയാതിരിക്കാൻ കഴിയില്ല. കുമളി എറണാകുളം EBTയുടെ സ്ഥിരം ഡ്രൈവറാണ് പ്രവീൺ. ഒരു ദിവസം ആ ബസ്സിൻ്റെ വീഡിയോ ചെയ്യണമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഇവിടെ നിന്ന് കുറച്ചു ദൂരം കാപ്പിത്തോട്ടങ്ങളാണ്.
ഈ പാലം കടന്നതോടെ മൂങ്കലാർ ജനവാസ മേഖലയിലേക്ക് എത്തുകയായി. വലത്തേക്കാണ് ചെങ്കരയ്ക്ക്. നേരെ മൂങ്കലാർ എസ്റ്റേറ്റ് സ്റ്റോപ്പിലേക്ക് പോയിട്ട് തിരികെ വരണം. കുമിളിയിൽ നിന്ന് മൂങ്കലാർ വരെ വന്നിട്ട് കട്ടപ്പനയ്ക്ക് പോകുന്ന ബസ്സാണ് ആ വരുന്ന അൽഫോൺസ. മൂങ്കലാർ എസ്റ്റേറ്റ് സ്റ്റോപ്പിലാണ് ഇപ്പോൾ. ഹാരിസൺ മലയാളം പ്ലാന്റേഷൻ്റെ ഉടമസ്ഥതയിലുള്ളതാണ് ഈ എസ്റ്റേറ്റ്. രാവിലത്തെ ഒരു ട്രിപ്പിൽ ബസ് കുറച്ചുകൂടി മുൻപോട്ട് എസ്റ്റേറ്റിനുള്ളിലേക്ക് പോകുന്നുണ്ട്. അങ്ങോട്ട് പോയാലോ? എസ്റ്റേറ്റ് ആണോ? അങ്ങോട്ട് പോയാലും ഇതേപോലത്തെ അത് മേപ്പത്തെന്ന് പറയും. നമ്മളങ്ങ് പോകുന്നുണ്ടോ? ഇല്ല, അങ്ങോട്ട് പോകുന്നില്ല. അങ്ങോട്ട് രാവിലെ ഒരു ട്രിപ്പ് അങ്ങോട്ട് പോകും, പിന്നെ ഉച്ച കഴിഞ്ഞ് അങ്ങോട്ട് പോകും. സ്ഥലം ഏതാ? മൂങ്കിലാർ മേപ്പത്തെന്ന് പറയും. ആ, മേപ്പത്ത്.
അരമണിക്കൂറത്തെ യാത്രയ്ക്കൊടുവിൽ ബസ് ചെങ്കരയിൽ എത്തിച്ചേർന്നിരിക്കുകയാണ്. ചെങ്കര തേയില എസ്റ്റേറ്റിൻ്റെ നടുവിലുള്ള ഒരു ചെറിയ ഗ്രാമമാണ്. റോമൻ കത്തോലിക്ക പള്ളിയും CSI പള്ളിയും മാരിയമ്മൻ ക്ഷേത്രവും അങ്കനവാടിയും ജനകീയ ആരോഗ്യ കേന്ദ്രവുമൊക്കെയാണ് ഈ കൊച്ചു ടൗണിലുള്ളത്. തമിഴ്നാട്ടിലെ ഗ്രാമങ്ങളിലൊക്കെ ചെന്ന പോലത്തെ ഒരു ഫീലാണ് ചെങ്കരയിലെത്തുമ്പോൾ. തോട്ടം തൊഴിലാളികളിൽ അധികവും തമിഴ് വംശജരാണ്. ഏലപ്പാറയിൽ നിന്നും ചപ്പാത്ത് പാലം കടന്നും അതുപോലെ ഹെലിബറിയ ശാന്തിപ്പാലം വഴിയും ചെങ്കരയിൽ എത്താം. കുമിളിയിൽ നിന്നല്ലെങ്കിൽ ചെളിമട വെള്ളാരംകുന്ന് വഴിയും ആനവിലാസം വഴിയും ഇവിടേക്ക് എത്താം. ഏലപ്പാറയിൽ നിന്ന് ചെങ്കരയിലേക്ക് ഹെലിബറിയ ശാന്തിപ്പാലം വഴി വരുന്ന മെരിലാൻഡ് ബസ്സിൻ്റെ വീഡിയോസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. നല്ല മികച്ച വ്യൂ പോയിന്റുകളൊക്കെയുള്ള റൂട്ടാണ്. ചെങ്കരയിലെത്തിയാൽ ക്ലൗഡ് ബെഡൊക്കെ കാണാൻ പറ്റിയ, അതുപോലെ ചെങ്കര ടൗണിൻ്റെ ആകാശക്കാഴ്ച കാണാൻ പറ്റിയ ഒരു കിടിലം വ്യൂ പോയിന്റ് ഒക്കെ ഉണ്ട്. ചെങ്കര കുരിശുമല വ്യൂ പോയിന്റ് എന്നാണ് പേര്.